ഹലോ, നീ ഇന്റർവ്യൂവിന് പോയില്ലേ? എൻ്റെ പൊന്നടാ, അയാളെ കൈയും കാലും പിടിച്ചിട്ടാ ജോലി റെഡിയാക്കി, ഒന്ന് പോണേടാ. ആ ശരി ശരി, ഞാൻ അതേ പോവാ. ഇൻ്റർവ്യൂവിനെല്ലാം റെഡിയായി നിൽക്കുക. ഞാൻ ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ട് വിളിക്കാം. ഹായ്. ഇതാരിത് അറിയാമോ? ഹായ്. ഹായ്. എന്താ പേര്? എൻ്റെയോ? ആ, ജോയൽ. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? ആ ചോദിച്ചോ. എൻ്റെ കൂടെ ഒരു ഡേറ്റിങ്ങിന് വരാൻ താല്പര്യമുണ്ടോ? ഡേറ്റിങ്ങാ? അങ്ങനെയൊക്കെ ചോദിച്ചാ മറ്റേ കേസല്ല. ജോയിലേ, നിനക്ക് ഇൻ്റർവ്യൂ ആണോ വലുത്, ഡേറ്റിംഗ് ആണോ വലുത്? ഇൻ്റർവ്യൂ നാളെയും കിട്ടും, ഡേറ്റിംഗ് ഇപ്പോഴേ കിട്ടും. പോ 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 ഡേറ്റിങ്ങിന് പോ, ഡേറ്റിങ്ങിന് പോ. പോവാം. ഹലോ, പോവാം. ഈ വെള്ളത്തിന്റെ ഒഴുക്ക് കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ? ഇവളെന്താ ആദ്യമായിട്ടാണ് വെള്ളം കാണുന്നത്? നമുക്കൊരു 10 മിനിറ്റ് ഇവിടെ ഇരുന്നാലോ? ആ, അതിനെന്താ, വായിരിക്കാം. എന്താ ഇങ്ങനെ നോക്കുന്നേ? ഏയ് ഒന്നുമില്ല. അയ്യോ, എന്താ? ഒന്നുമില്ല. എന്താ? ഫസ്റ്റ് ടൈം ആണോ ഡേറ്റിംഗ്? ഫസ്റ്റ് ടൈം ഒന്നുമല്ല, ഞാൻ ഒരുപാട് പോയിട്ടുണ്ട്. എന്നിട്ടാണോ ഇങ്ങനെ പേടിക്കുന്നത്? പേടിയോ? എനിക്കോ? കുറച്ച് പുളിക്കും. ഓ, വലിയ ധൈര്യശാലിയല്ലേ. എന്നാ ഞാൻ ജോയലിനെ ശരിക്കൊന്ന് പേടിപ്പിക്കട്ടെ? ഓ, പേടിപ്പിക്കും. ഞാൻ ഒന്ന് പേടിക്കട്ടെ. ഞാനൊരു പ്രേതവാ. അയ്യോ, ഞാനങ്ങ് പേടിച്ച് 2 തുള്ളി മൂത്രവും പോയി. ഇത്ര മതിയോ പേടിച്ചത്? എടാ, ഞാൻ പറയുന്ന സത്യമാ. കുറെ നാൾക്ക് ശേഷമാ എന്നെ ഒരാൾ കാണുന്നതും ഞാൻ പറയുന്ന കേൾക്കുന്നതും. സർവമായ സിനിമയെ ഞാൻ 3-4 പ്രാവശ്യം കണ്ടതാ. നീ എന്നെ പറ്റിക്കാൻ നോക്കല്ലേ? അശ്ശോ, ഇത് സിനിമ സീരിയലും ഒന്നും അല്ലടാ, ഇത് ശരിക്കും ഉള്ളതാ. ഞാനും ഇതൊന്നും ആദ്യം വിശ്വസിച്ചില്ലായിരുന്നു, പിന്നെ മനസ്സിലായത്. ഡാ, നിനക്കൊരു കാര്യം അറിയുമോ? നമുക്ക് ചുറ്റും നിനക്ക് കാണാൻ കഴിയാത്ത ഒരുപാട് പേരുണ്ട്. അവരെയൊക്കെ എനിക്ക് കാണാം. മനുഷ്യനായാലേ ഒരു നിലയമലയൊക്കെ വേണം. ആ മാനേജരെ കൈയും കാലും പിടിച്ചിട്ടാ നിനക്കൊരു ജോലി ഒപ്പിച്ചു തന്നത്. അയ്യോ, എൻ്റെ ഇൻ്റർവ്യൂ. ഇനി ഇവിടെ പോണ്? ജോലിയൊക്കെ വേറെ ആണുങ്ങൾ കൊണ്ടുപോയി. അപ്പോൾ എൻ്റെ ജോലിയും പോയി. നീ ഒറ്റ കാരണം എൻ്റെ ജോലി പോയത്. അവളുടെ അമ്മൂമ്മയുടെ ഡെലൂലു. ഡേയ്, ഇവിടെ ആരെങ്കിലും ഇരിപ്പുണ്ടോ? ഓ, ഇനി ഞാൻ പറയണമായിരിക്കും ഇവിടെ ഒരാൾ ഇരിപ്പില്ലെന്ന്. അപ്പൊ നീ പറയും ഇവിടെ ഒരു പെങ്കൊച്ചിരിപ്പുണ്ടെന്ന്. രാവിലെ തന്നെ ഓരോ കഞ്ചാവും വലിച്ചേറ്റിക്കൊണ്ട് ഇറങ്ങിക്കോളും. അപ്പൊ ശരിക്കും പ്രേതമായിരുന്നില്ലേ? അയ്യോ,